നമസ്കാരം. റാഫ് ടോക്ക് മലയാളത്തിലേക്ക് ഏവർക്കും സ്വാഗതം. സൂപ്പർ കപ്പിൽ കേരള ബ്ലാസ്റ്റേഴ്സ് മികച്ച തുടക്കമിട്ടിരിക്കുകയാണല്ലോ. ഇനിയിപ്പോൾ ക്വാർട്ടർ ഫൈനൽ മത്സരം MBSTക്കെതിരെ 26-ാം തീയതി. കഴിഞ്ഞ കളിയിൽ മിന്നും പ്രകടനമാണ് നോഹ് സദോയി നടത്തിയിരുന്നത്. ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ഈ സീസണിൻ്റെ കാര്യത്തിൽ ഫ്രസ്ട്രേറ്റഡ് ആണ്. കിരീടം ലഭിക്കണം. ISL മോശം പ്രകടനമായിരുന്നു. സൂപ്പർ കപ്പിൽ അതിനാവുമോ എന്ന് ആരാധകർ ഉറ്റുനോക്കുന്നൊരു സന്ദർഭം. ഈ ഘട്ടത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സൂപ്പർ താരം നോഹ് സദോയി പറയുന്നു ആരാധകരോട്, സ്റ്റേ വിത്ത് അസ്, ഞങ്ങളോടൊപ്പം നിൽക്കൂ ത്രൂ ഗുഡ് ആൻഡ് ബാഡ്. തീർച്ചയായിട്ടും ഒറ്റ രാത്രി കൊണ്ട് കിരീടം ചൂടുക എന്നുള്ളത് നടക്കുന്ന കാര്യമല്ല, എളുപ്പമുള്ള കാര്യമല്ല. ഇറ്റ്സ് നോട്ട് ഈസി ടു വിൻ ട്രോഫീസ് ഓവർ നൈറ്റ്. എല്ലാ ടീമുകൾക്കും കിരീടങ്ങൾ വേണം, പക്ഷെ ഞങ്ങളതിന് പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കൃത്യമായ സന്ദേശമാണ് ആരാധകരോട് നോഹ് സദോയി ഇപ്പോൾ നൽകുന്നത്. അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂ ഇപ്പോൾ മൈക്കയിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതിലദ്ദേഹം ആരാധകരുടെ ഈ ഒരു ഫ്രസ്ട്രേഷൻ, അൺവേവറിംഗ് ആയിട്ടുള്ള സപ്പോർട്ട്, അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ആ വാക്കുകളിലേക്ക് പോവുകയാണ്. ആരാധകരുടെ നിരാശ എനിക്ക് മനസ്സിലാകും. അവർ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഒരുപാട് സാക്രിഫൈസ് ചെയ്യുന്നവരാണ്. അപ്പോൾ റിസൾട്ട് നല്ല രൂപത്തിൽ വരാതിരിക്കുമ്പോൾ അവരുടെ മൂഡ് ഡ്രോപ്പ് ആവും. പക്ഷേ ഞങ്ങൾ മത്സരങ്ങൾക്ക് പോകുന്നത് തോൽക്കാൻ വേണ്ടിയിട്ടല്ല. ഞങ്ങൾക്കത് കൃത്യമായിട്ട് മനസ്സിലാകുന്നുണ്ട്. പക്ഷേ ഞാൻ വിശ്വസിക്കുന്നു വിത്ത് ദി റൈറ്റ് സ്ട്രക്ചർ ആൻഡ് കോമ്പാക്ട്നെസ് നമുക്ക് സക്സസ്ഫുൾ ആവാൻ പറ്റും. ആരാധകരോട് എനിക്കുള്ള മെസ്സേജ് എന്ന് പറയുന്നത്, സ്റ്റേ വിത്ത് അസ്, ഞങ്ങളോടൊപ്പം നിൽക്കുക, നല്ലതിലും ചീത്തയിലും ഞങ്ങളോടൊപ്പം നിൽക്കുക. ഒറ്റ രാത്രി കൊണ്ട് നമുക്ക് കിരീടങ്ങൾ ജയിക്കാനാവില്ലല്ലോ. എല്ലാ ടീമുകൾക്കും അത് വേണം. ഞങ്ങളതിനായിട്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് തന്നെ നോഹ് സദോയി പറയുന്നു. ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.